Hello all, welcome to another session of Benzil's JRF Rank Booster series. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ നെയിം റിയാക്ഷൻ ആണ്. യു പ്രോബ്ലി ഹാവ് ഓൾറെഡി ലേൺഡ് അബൌട്ട് ദിസ് റിയാക്ഷൻ, അയോഡോലാക്ടോണൈസേഷൻ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് പ്രീവിയസ് ഇയർ 2025 ജൂണിലെ CSIR നെറ്റ് എക്സാമിലാണ്. അപ്പോൾ പാർട്ട് സിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത്. പാർട്ട് സി എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി അറിയാം, ഒരു 4 മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ ഇങ്ങനെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പാർട്ട് 4-ൽ വന്നത്, അതിൽ എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ, ഇസ് ദർ എനിത്തിങ് വി ഹാവ് ടു ലുക്ക് ഇൻ ടു. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ യു ക്യാൻ സി റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദി ക്വസ്റ്റ്യൻ യു ക്യാൻ പ്രിറ്റി മച്ച് സി the intermediate A and the major product B formed in the following reaction are. ട്രാൻസ്ഫോർമേഷനിലെ ഇന്റർമീഡിയറ്റ് എയും ഫൈനൽ പ്രൊഡക്റ്റ് ബിയും ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ പ്രിറ്റി മച്ച് സി ദ സബ്സ്ട്രേറ്റ് ഒരു അയോഡോലാക്ടോണൈസേഷന്റെ സബ്സ്ട്രേറ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇതൊരു പാർട്ട് സി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്? യു ക്യാൻ പ്രോബ്ലി സി ദാറ്റ് ഉണ്ടാകുന്ന പ്രൊഡക്റ്റിൽ 2 കൈറൽ സെന്റർ ഉണ്ട്. സോ ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദി ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അതിലെ ഫൈനൽ പ്രൊഡക്റ്റ് വിച്ച് ഈസ് ബി, ബിയുടെ സ്ട്രക്ചേഴ്സ് ഒക്കെ നോക്കിയേ, യു ക്യാൻ പ്രിറ്റി മച്ച് സീ ദാറ്റ് ദെയർ ആർ 2 കൈറൽ സെന്റേഴ്സ്. അതായത് നമ്മുടെ ലാക്ടോണിന്റെ ബീറ്റ കാർബണും ഗാമ കാർബണും കൈറാലാണ്. അപ്പോൾ ഒരു കൈറൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് അവിടെ വേണ്ടതുണ്ട്. അപ്പോൾ അത് വരുന്ന ഒരു ഐഡിയയും കൂടി അവിടെ ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദി റിയാക്ഷൻ വിച്ച് ഈസ് അയോഡോലാക്ടോണൈസേഷൻ, ഇറ്റ് വാസ് ഓൾസോ അബൌട്ട് ദി കൈറാലിറ്റി ഇൻവോൾവ് ഇൻ ദ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ലൈക്ക് ഒളിഞ്ഞിരിക്കുന്ന ഒരു ഇൻവോൾവ് ഐഡിയ ഈ പറയുന്ന കൈറാലിറ്റി ആണ്. സോ വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇൻ ദ ബേസ് ഓഫ് എന്താണ് ഈ ഒരു ഡയസ്റ്റീരിയോ സെലക്റ്റീവ് അയോഡോലാക്ടോണൈസേഷൻ നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. ആൻഡ് ദിസ് ഇസ് വാട്ട് മേക്സ് ഇറ്റ് മോർ ഇൻട്രസ്റ്റിംഗ്. ഓൾറൈറ്റ്, അപ്പോൾ തന്നിരിക്കുന്ന സബ്സ്ട്രേറ്റിൽ ഒരു കൈറൽ സെന്റർ ഉണ്ട്. കൈറൽ സെന്റർ ഇല്ലായിരുന്നെങ്കിൽ ഒരു സിമ്പിൾ അയോഡോലാക്ടോണൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വി ഹാവ് ടു ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഒരു അയോഡോലാക്ടോണൈസേഷന്റെ ബേസിക് സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗാമ ഡെൽറ്റ അൺസാച്ചുറേറ്റഡ് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഒരു കാർബോക്സിലിക് ആസിഡ് ഉണ്ട്, അതിൽ ഗാമ പൊസിഷനും ഡെൽറ്റ പൊസിഷനും തമ്മിലുള്ള കണക്ടിവിറ്റി ഒരു പൈ സിസ്റ്റം ആയിരിക്കും. ആ പൈ സിസ്റ്റം ആണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ അയഡോണിയം ഇന്റർമീഡിയറ്റ് ആയിട്ട് മാറുന്നത്. സോ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് വിൽ ബി ആക്ച്വലി ഫോർമേഷൻ ഓഫ് ദി അയഡോണിയം ഇന്റർമീഡിയറ്റ്. സോ we will first look into the detailed mechanism of this diastereoselective iodolactonization, and from there we will try to reason which is the major product. Okay, so you can probably focus on the mechanism. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 3 ലൈൻ മെക്കാനിസം ആണ് തന്നിരിക്കുന്നത്. ബട്ട് ഡോണ്ട് ബി ടു മച്ച് അഫ്രൈഡ്. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് യുവർ സ്റ്റാർട്ടിംഗ് മോളിക്യൂൾ കാർബോക്സിലിക് ആസിഡ്. അതിലേക്ക് നിങ്ങൾ അയഡിൻ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പൈ സിസ്റ്റം എന്താണ് അയഡിനുമായിട്ട് ഇന്ററാക്ട് ചെയ്തൊരു അയഡോണിയം ഇന്റർമീഡിയറ്റ് ഉണ്ടാക്കും. ദ അയഡോണിയം ഇന്റർമീഡിയറ്റ് ക്യാൻ ആക്ച്വലി ടേക്ക് അപ്പ് 2 ഫോംസ്. 2 രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. കാരണം പ്ലെയിനിലിരിക്കുന്ന പൈ സിസ്റ്റത്തിന്റെ മേലത്തെ ഒരു ഏരിയയിൽ നിന്ന്, അതായത് ടോപ്പ് ഫേസിൽ നിന്ന് നിങ്ങളുടെ അയഡിന് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ മേലെ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ഈ ഫസ്റ്റ് വരച്ചിരിക്കുന്ന സ്ട്രക്ചർ ഉള്ള ഒരു അയഡോണിയം ഇന്റർമീഡിയറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. യു ക്യാൻ പ്രോബ്ലി സി ദ ബോണ്ട് ഈസ് ആക്ച്വലി ഷോയിങ് എസ് ദാറ്റ് അയഡിൻ മേലേക്കാണ് നിൽക്കുന്നത് അല്ലെ. സെക്കൻഡ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ദ അയഡിൻ വാസ് അപ്രോച്ചിങ് ഫ്രം ദി ഡൗൺ ഫേസ് അല്ലെ, താഴത്തെ ഭാഗത്തു നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നത് ഓഫ് ദി പൈ സിസ്റ്റം. സോ യു വിൽ ബി ഫോമിംഗ് ദിസ് പർട്ടിക്കുലർ അയഡോണിയം ഇന്റർമീഡിയറ്റ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു ഈക്വൽ റേഷ്യോയിലായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം മേലെ നിന്ന് അറ്റാക്ക് ചെയ്യാനും താഴെ നിന്ന് അറ്റാക്ക് ചെയ്യാനും ഈക്വൽ പ്രോബബിലിറ്റി ആണ് ഉള്ളത് നിങ്ങൾക്കറിയാം. സോ നിങ്ങളുടെ ഈ മേലെ അറ്റാക്ക് ചെയ്ത അയഡോണിയം ഇന്റർമീഡിയറ്റിൽ ഒരു അയോഡോലാക്ടോണൈസേഷൻ നടക്കുകയാണെങ്കിൽ ഹൗ ഇറ്റ് വിൽ ഹാപ്പൻ? യു ക്യാൻ സീ ദാറ്റ് COH ഡിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുമ്പോഴല്ല, ആഫ്റ്റർ എ ബോണ്ട് റൊട്ടേഷൻ ഇറ്റ് വിൽ കം ക്ലോസർ ടു ദിസ് ഇലക്ട്രോഫിലിക് കാർബൺ. ഈ ഒരു ഇലക്ട്രോഫിലിക് കാർബൺ ക്ലോസർ ആയിട്ട് വരികയും നിങ്ങളുടെ ഓക്സിജൻ ഒരു കോൺജുഗേറ്റീവ് ആയിട്ട് ആഡ് ചെയ്യുകയും ചെയ്യും. ആഡീഷനിലൂടെ യു വിൽ ബി ആക്ച്വലി ഗെറ്റിംഗ് സ്കെലിറ്റൽ സ്ട്രക്ചർ സിമിലർ ടു ഗാമ ബ്യൂട്ടറോലാക്ടോൺ. ഒരു ഗാമ ബ്യൂട്ടറോലാക്ടോണിന്റെ ഒരു ചാസ്റ്റ് ഫോം ആണ് കിട്ടുക. ഇവൻച്വലി അതിൽ നിന്ന് ഡീപ്രോട്ടനേഷൻ ഒക്കെ നടന്നു കഴിയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദി ഫൈനൽ ഗാമ ബ്യൂട്ടറോലാക്ടോൺ. ആ ഫൈനൽ ഗാമ ബ്യൂട്ടറോലാക്ടോണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 4 കാർബൺസ് ഉണ്ട്. അതിൽ ഒരു കാർബൺ കാർബണൈൽ കാർബൺ ആണ്. ബാക്കി 3 കാർബൺസ് ഇറ്റ് വിൽ ബി ആൽഫ, ബീറ്റ ആൻഡ് ഗാമ വിത്ത് റെസ്പെക്ട് ടു ദി എസ്റ്റർ കാർബണൈൽ അല്ലെങ്കിൽ ലാക്ടോൺ കാർബണൈലിന്റെ ആൽഫ, ബീറ്റ, ഗാമ പൊസിഷനിലായിരിക്കും. ആ ഗാമ പൊസിഷൻ കൈറാലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ മേലെ അയഡിൻ ഉള്ള ആ ഒരു സിസ്റ്റം ആണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നതെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് പ്രോഡക്റ്റിന് 6 അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ഉള്ള ഒരു ലാക്ടോൺ ആണ് കിട്ടുക. ഓൺ ദി അതർ ഹാൻഡ് അയഡോണിയം താഴേക്കാണ് ഫോം ചെയ്തിരുന്നതെങ്കിൽ അതിൽ ഈ പറയുന്ന SN2 അറ്റാക്ക് ഇൻട്രാമോളിക്കുലർ ആയിട്ട് നടക്കുന്ന, അതായത് അയോഡോലാക്ടോണൈസേഷൻ ദ സ്പെസിഫിക് സ്റ്റെപ്പ് അത് നടക്കുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ദ പ്രോഡക്റ്റ് വിച്ച് ഈസ് ഹാവിംഗ് S as the absolute configuration and the gamma carbon. അപ്പോൾ ഇവിടെയും നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയതുപോലെ മേലേക്ക് അയഡിൻ ഉണ്ടാകാനും താഴേക്ക് അയഡിൻ ഉണ്ടാകാനും ഈക്വൽ പ്രോബബിലിറ്റി ആയതുകൊണ്ട് ഇവിടെ ഫൈനൽ പ്രൊഡക്റ്റ് R and S enantiomer ഉണ്ടാകാനും ഈക്വൽ പ്രോബബിലിറ്റി ആയിരിക്കും. സോ യു ബേസിക്കലി വിൽ ബി ഗെറ്റിംഗ് എ റെസിമി മിക്സ്ചർ ഇൻ ദിസ് പെർട്ടിക്കുലർ ട്രാൻസ്ഫോർമേഷൻ. ഏത് ട്രാൻസ്ഫോർമേഷൻ?
ഈ സ്റ്റാർട്ടിംഗ് മോളിക്യൂളിൽ നിന്നാണ് തുടങ്ങിയതെങ്കിൽ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയല്ല. യു ആർ ഹാവിംഗ് ഇവിടെ ഒരു കൈറൽ സെന്റർ ഉണ്ട് അല്ലെ. വിത്ത് റെസ്പെക്ട് ടു നിങ്ങളുടെ ഒളിഫീൻ ആണെങ്കിൽ ഒളിഫീന്റെ അലൈലിക് കാർബൺ വിച്ച് ഈസ് ആൽഫ കാർബൺ വിത്ത് റെസ്പെക്ട് ടു ഒളിഫീൻ അവിടെ ഒരു കൈറൽ സെന്റർ ഉള്ളതായിട്ട് കാണാൻ പറ്റും. സോ കൈറൽ സെന്റർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കൈറൽ സെന്ററിന്റെ സബ്സ്റ്റിറ്റുവൻസിന് സൈസ് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ സൈസ് വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ അയഡിൻ മേലയിൽ നിന്നും താഴെ നിന്നും അപ്രോച്ച് ചെയ്യുന്നത് സിമിലർ എനർജി ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കില്ല. അതിൽ ഏതെങ്കിലും ഒരു അപ്രോച്ച് ഹൈ എനർജി അപ്രോച്ച് ആയിരിക്കും. അങ്ങനെ ഹൈ എനർജി അപ്രോച്ച് അധികം നടക്കില്ല. അത് കാരണം വരുന്ന പ്രൊഡക്റ്റും ഒരു മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. സോ അഡ്ജസന്റ് ആയിട്ട് കൈറൽ സെന്റർ വന്നാൽ നിങ്ങൾക്ക് ഈ അയഡോണിയം ആയിട്ട് ഉണ്ടായ ഇന്റർമീഡിയറ്റുകൾ ഈക്വൽ റേഷ്യോയിൽ കിട്ടില്ല, അതായത് 50-50 റേഷ്യോയിൽ കിട്ടില്ല. ബിക്കോസ് ഓഫ് ദാറ്റ് ഇവൻച്വലി നിങ്ങളുടെ ഫൈനൽ പ്രൊഡക്റ്റിൽ എന്താണ് ഒരു റെസിമി മിക്സർ ആയിട്ടായിരിക്കില്ല കിട്ടുന്നത്. യു വിൽ ബി സർട്ടൻലി ഹാവിംഗ് വൺ പ്രൊഡക്റ്റ് ആസ് ദി മേജർ പ്രൊഡക്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ഏതാണ് ആ പെർട്ടിക്കുലർ മേജർ പ്രൊഡക്റ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റുക? സോ വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദാറ്റ് ഐഡിയ ഫസ്റ്റ്. ഒരു പൈ സിസ്റ്റത്തിന്റെ അടുത്ത് ആൽഫ കാർബൺ വരികയാണെങ്കിൽ ആ ആൽഫ കാർബണിലെ കൈറാലിറ്റി കാരണം ഒരു സെലക്ടിവിറ്റി ഇൻഡ്യൂസ്ഡ് ആകുന്ന റിയാക്ഷൻസ് നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ ആണ് ഇഫ് യു ആർ ഹാവിംഗ് എ കാർബണൈൽ ഗ്രൂപ്പ്, അല്ല ഒരു കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ കാർബണൈൽ ഗ്രൂപ്പിനെ നിങ്ങൾ റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയോഫൈൽ വെച്ച് അറ്റാക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് ദ കാർബണൈൽ ഗ്രൂപ്പ് ക്യാൻ ബിക്കം എ കൈറൽ സെന്റർ അല്ലെ. അങ്ങനെ കൈറൽ സെന്റർ ആകുന്ന ഒരു കേസിൽ ഒരു സെലക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന എപ്പോഴാണ്? ആൽഫ കാർബൺ കൈറൽ ആകുമ്പോഴാണ്. സോ സപ്പോസ് I'm having different substituents at the alpha carbon. So you probably can see this is the alpha carbon. ആ സബ്സ്റ്റിറ്റ്യൂവൻസിനെ സൈസിന്റെ വ്യത്യാസത്തിൽ ഞാൻ സ്മോൾ, മീഡിയം, ലാർജ് എന്ന് ഡിനോട്ട് ചെയ്യുകയാണ്. സോ ഇതിലേക്ക് ഞാൻ ഒരു ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്യുകയാണെങ്കിൽ പ്രോബബ്ലി ന്യൂക്ലിയോഫൈൽ വിൽ ബി ഹാവിംഗ് സം കൈൻഡ് ഓഫ് സെലക്ടിവിറ്റി ഇൻ അഡീഷൻ അല്ലെ. ഒന്നെങ്കിൽ ലാർജ് ഗ്രൂപ്പ് ഇരിക്കുന്ന സ്ഥലം ഒഴിവാക്കിയായിരിക്കും വരിക അല്ലെ. സോ സം കൈൻഡ് ഓഫ് റീസണിങ് വിൽ ബി ദർ. അപ്പൊ ഈ ഒരു റീസണിങ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മോഡൽ ഉണ്ട്. ഈ പ്രോബ്ലി വിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള മോഡലാണ്. എന്താണ്? ഫെൽക്കിനാൻ മോഡലാണ് ഇവിടെ വർക്ക് ചെയ്യുക അല്ലെ. ഫെൽക്കിനാൻ മോഡലിൽ ഈ ഒരു പെർട്ടിക്കുലർ അപ്രോച്ചിന് വേണ്ട കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ. സിമിലർലി ഈ ഒരു ടെംപ്ലേറ്റ് പോലെ തന്നെയാണ് നമ്മുടെ പൈ സിസ്റ്റവും. സോ ദിസ് ഇസ് നേരത്തെ കണ്ട പൈ സിസ്റ്റവും ഇങ്ങനെ തന്നെയാണ് ഇരിക്കുക. യു ആർ ഹാവിംഗ് വൺ ഡബിൾ ബോണ്ട്. ആ ഡബിൾ ബോണ്ടിന്റെ അഡ്ജസന്റ് ആയിട്ട് ഒരു കൈറാൽ കാർബൺ ഉണ്ട്. ഓക്കെ, സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു റൈറ്റ് ദാറ്റ് കൈറാൽ കാർബൺ ഇൻ ദ സെയിം ഫോർമാറ്റ്. സോ ഇതാണ് നിങ്ങളുടെ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഒരു ന്യൂക്ലിയോഫൈൽ അല്ലെങ്കിൽ ഇലക്ട്രോഫൈൽ ആഡഡ് ആകുകയാണെങ്കിൽ നോർമലി ഒരു സിമ്പിൾ പൈ ബോണ്ട് ആണെങ്കിൽ അതിലേക്ക് ന്യൂക്ലിയോഫൈൽ ആഡ് ആകുന്നതേക്കാളും കൂടുതൽ സാധ്യത ഒരു ഇലക്ട്രോഫൈൽ ആഡ് ആവാനാണ്. സോ ഇലക്ട്രോഫൈൽ ആഡ് ആകുകയാണെങ്കിൽ ന്യൂക്ലിയോഫൈൽ ആഡ് ആകാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കേസുകളിലും ഇത് വാലിഡ് ആണ്. ആ പെർട്ടിക്കുലർ ടെംപ്ലേറ്റിലെ സെലക്ടിവിറ്റി പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ള മറ്റൊരു മോഡലാണ്. ആ മോഡലിന്റെ പേര് ഹൂക്ക് മോഡൽ എന്നാണ്. ഹൂക്ക് മോഡൽ. ഓക്കെ, സോ യു നീഡ് ടു ഗെറ്റ് എൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഹൂക്ക് മോഡൽ ടു ഡിറൈവ് ദി സെലക്ടിവിറ്റി ഇൻ ദി ഗിവൺ ഐഡോലാക്ടോണൈസേഷൻ. അപ്പോൾ നമ്മൾ ഹൂക്ക് മോഡൽ ഈ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നായിരിക്കും നോക്കാൻ പോകുക. സോ ഫോർ ദാറ്റ് പർപ്പസ് വാട്ട് വി വിൽ ഡു, വി വിൽ ട്രൈ ടു ഗെറ്റ് ദി സ്ട്രക്ചർ ഓഫ് ദി ഒറിജിനൽ മോളിക്യൂൾ ആൻഡ് we will try to apply the Hooke model in this particular substrate. All right. So right now we are having our substrate of the reaction in front of us. അല്ലേ? അപ്പോൾ ഈ ഒരു റിയാക്ടന്റിന്റെ കൈറാൽ സെന്ററിന്റെ കോൺഫിഗറേഷൻ ഞാനൊന്ന് കണ്ടുപിടിക്കാൻ നോക്കുകയാണ് ആദ്യം. സോ ഫോർ ദാറ്റ് വി വിൽ ജസ്റ്റ് റിമൂവ് ദി അൺനെസസറി ഇൻഫർമേഷൻസ്. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ ഈസ് ഓൾറെഡി ഫേസിങ് ദ ബാക്ക് സൈഡ്. അപ്പോൾ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ യു ക്യാൻ പ്രോബ്ലി ഈസിലി ഡു ദാറ്റ്. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉണ്ടാകുക ഏത് കാർബൺ ആയിരിക്കും? ഫിനൈൽ ഗ്രൂപ്പിന്റെ കാർബൺ ആയിരിക്കും. ദെൻ ഫോളോഡ് ബൈ വിനൈൽ ഗ്രൂപ്പിന്റെ കാർബൺ. ദെൻ ആഫ്റ്റർ ദാറ്റ് യു ആർ ഹാവിംഗ് priority for the CH2 and obviously hydrogen ആയിരിക്കും least priority. So least priority ഉള്ള hydrogen already back side ലേക്കാണ് ഇരിക്കുന്നത്. That makes the absolute configuration of this particular carbon as R അല്ലേ. So this will be R അല്ലേ. അപ്പോൾ ഈ ഒരു സിസ്റ്റം നമ്മുടെ ഒരു ടേബിളിൽ വെച്ചിരിക്കുകയാണെന്ന് അസ്യൂം ചെയ്യുക. സോ യുവർ olefin is actually placed on the table. So അങ്ങനെ ഒരു ഫിഗറിലേക്ക് ഞാൻ ഇതിനെ മാറ്റുകയാണ്. So your olefin is basically on the top of the table. Okay, and ഈ ലെഫ്റ്റിലേക്ക് വരച്ചിരിക്കുന്നതാണ് ആൽഫ കാർബൺ. സോ ഫ്രം ആൽഫ കാർബൺ ദർ വിൽ ബി 3 സബ്സ്റ്റിറ്റ്യൂവൻസ് അല്ലെ. 3 സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്. വൺ ഈസ് ഐ റൈറ്റ് ഹൈഡ്രജൻ ഹിയർ. One will be going towards the top side, one will be going towards the bottom side. അപ്പോൾ ഇവിടെയുള്ള പോസിബിലിറ്റി either PH can be on the top side and CH2COH can be on the bottom side. ഇതാണ് ഒരു പോസിബിലിറ്റി. The other possibility is you are having PH on the bottom side and CH2COH on the top side. അല്ലേ? This is the second possibility.
ഇതിൽ ഏത് പോസിബിലിറ്റി ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? വി ക്യാൻ ജസ്റ്റ് ലുക്ക് ഇൻ ടു ദി അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ. അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ നോക്കിയാൽ മതി. വി റിക്വയർ ആർ എസ് ദി അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ. സോ ഇവിടെ നമ്പർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ പ്രിറ്റി മച്ച് ഡു ദി സെയിം നമ്പറിംഗ് 1 2 3 4, right? അപ്പോൾ here you can see that fourth group ഇവിടെയാണ് ഇരിക്കുന്നത്. You can pretty much find the absolute configuration. This will be having S as the absolute configuration, അല്ല S ആണ് absolute configuration വരുന്നത്. നമുക്ക് വേണ്ടത് R ആണ് അല്ലേ? സോ R ആയതുകൊണ്ട് obviously we know to start with we are having R. സോ നമ്മുടെ വേറൊരു രീതിയിൽ വരച്ചാലും കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. സോ we should be having R as the absolute configuration. So that means that we actually have to use this particular structure. Okay, so because of that I'm just keeping this away. We'll use this particular structure. ഈ ഒരു സ്ട്രക്ചർ എനിക്ക് ഈ ഒരു രീതിയിൽ മാത്രമല്ല വരയ്ക്കാൻ പറ്റുന്നത്. ഐ ക്യാൻ ഡ്രോ ഇറ്റ് ഇൻ ദി അതർ വേ ഓൾസോ. അതായത് റൈറ്റ് സൈഡിൽ എൻ്റെ കൈറാൽ സെന്റർ ഉള്ള രീതിയിലും വരയ്ക്കാം. ഓക്കെ, സോ ദിസ് ഈസ് അനദർ വേ വേർ ഐ എം പുട്ടിംഗ് ദി കൈറാൽ സെന്റർ ടുവേർഡ്സ് ദി റൈറ്റ് സൈഡ്. ഓക്കെ, സോ ഹൈഡ്രജൻ ഞാൻ ഈ പ്ലെയിനിൽ വരയ്ക്കുകയാണ്. മേലേക്കൊരു കണക്ടിവിറ്റി, താഴേക്കൊരു കണക്ടിവിറ്റി. ആൻഡ് ദിസ് ടൈം യു ക്യാൻ സീ ദാറ്റ് മേലേക്കുള്ള കണക്ടിവിറ്റി ഫിനൈൽ ആകുമ്പോഴാണ് നിങ്ങൾക്ക് കോൺഫിഗറേഷൻ ആർ ആകുന്നത്. യു ക്യാൻ വെരിഫൈ ഇറ്റ് ഫോർ യുവർ സെൽഫ്. ഞാൻ ഈ ഒരു രീതിയിൽ വരച്ചാൽ ഐ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഫിനൈൽ ഈസ് ഓൺ ദി ടോപ്പ്. എന്നാൽ മാത്രമേ ഈ കൈറാൽ സെന്ററിന്റെ കോൺഫിഗറേഷൻ ആർ ആകത്തുള്ളൂ. സോ ദീസ് ആർ ദി ടു ഡിഫറെന്റ് വേസ് ഇൻ വിച്ച് യു ക്യാൻ ഡ്രോ ദിസ് പർട്ടിക്കുലർ മോളിക്യൂൾ ഇൻ ദിസ് പർട്ടിക്കുലർ ടെംപ്ലേറ്റ്, മെയിൻറ്റൈനിങ് ദി കോൺഫിഗറേഷൻ ഓഫ് ദി ആൽഫ കാർബൺ ആസ് ആർ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൈറാൽ സെന്ററിൽ 3 സബ്സ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് CH2COH, ഒന്ന് PH, ഒന്ന് ഹൈഡ്രജൻ അല്ലെ. അപ്പോൾ ഇവിടെ ഞാൻ സ്പെസിഫിക്കലി ഹൈഡ്രജൻ ആണ് ഈ ഒളിഫീന്റെ അതേ മോളിക്കുലാർ പ്ലെയിനിൽ വരച്ചത്. ഐ മെയ്ഡ് ഷുവർ ദാറ്റ് ഹൈഡ്രജൻ ഈസ് ആക്ച്വലി സിറ്റിംഗ് ഓൺ ദി മോളിക്കുലാർ പ്ലെയിൻ ഓഫ് ദി ഒളിഫീൻ സിസ്റ്റം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഓൾറെഡി പ്രോബ്ലി വിൽ ബി നോയിങ് ഈ ഒളിഫീന്റെ ഇവിടുത്തെ സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, ദിസ് ഇസ് അനദർ ഹൈഡ്രജൻ, റൈറ്റ്? ദിസ് ഹൈഡ്രജൻ, ഈ രണ്ട് ഹൈഡ്രജനും തമ്മിൽ ഒരു വാൻഡർവാൽസ് ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, this will be the van der Waals interaction. അപ്പോൾ ആ വാൻ ഡെർ വാൽസ് ഇന്ററാക്ഷൻ ആണ് നമുക്ക് മിനിമൈസ് ചെയ്യേണ്ടത്. ആ വാൻ ഡെർ വാൽസ് ഇന്ററാക്ഷൻ മിനിമൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ വരുന്ന സബ്സ്റ്റിറ്റ്യൂവന്റ് ചെറുതായിരിക്കണം. ബിക്കോസ് ദിസ് സബ്സ്റ്റിറ്റ്യൂവന്റ് ഈസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്, ഇറ്റ് ഈസ് ഓൾറെഡി ഫിക്സ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ഓൾറെഡി സ്റ്റേയിങ് ദർ അല്ലേ. അപ്പോൾ ഈ ഹൈഡ്രജന്റെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വരേണ്ടത് ഐദർ ഇറ്റ് ഷുഡ് ബി ദിസ് ഹൈഡ്രജൻ ഓർ ഫിനൈൽ വിച്ച് ഇസ് ബിഗർ ദാൻ ഹൈഡ്രജൻ. അപ്പോൾ ബിഗർ ആകുമ്പോൾ ഫിനൈൽ ഗ്രൂപ്പ് ഈ ഒരു പൊസിഷനിൽ വന്നാൽ കൂടുതൽ വാൻ ഡെർ വാൽസ് റിപ്പൽഷൻ ഉണ്ടാവും അല്ലേ. സോ ദാറ്റ് വിൽ ബി നോട്ട് എ ലോ എനർജി കോൺഫർമേഷൻ. CH2COH വന്നാലോ അത് അതിനേക്കാളും വലുതാണ് അല്ലെ. സോ ഇറ്റ് വിൽ ഈവൻ ഇൻക്രീസ് ദി റിപ്പൽസീവ് ഇന്ററാക്ഷൻ വിച്ച് വിൽ ബ്രിങ് ദി എനർജി ഓഫ് യുവർ കോൺഫർമേഷൻ ടു ഈവൻ ഹയർ ലെവൽ അല്ലെ. അപ്പോൾ ഏറ്റവും കുറവ് വരിക ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സൈസ് ഉള്ള ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് നിങ്ങളുടെ olefine molecular plane നിൽക്കുമ്പോഴാണ് then you will be able to reduce the van der Waals repulsion between the olefinic substituent and the alpha carbon substituent. So ഇതാണ് നിങ്ങളുടെ lower energy conformation. ഈ ഒരു കൺഫർമേഷനിലാണ് നിങ്ങളുടെ അയഡിനേഷൻ നടക്കുക. അപ്പോൾ അയഡിനേഷൻ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇനിയും അയഡിന് വരാൻ പറ്റുന്ന രണ്ട് സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇറ്റ് ക്യാൻ പോസിബിളി അപ്രോച്ച് ഫ്രം ദി ടോപ്പ് സൈഡ്, ലൈക്ക് ദിസ് ഇസ് ദ ടോപ്പ് സൈഡ്, ദിസ് ഇസ് ദി ബോട്ടം സൈഡ് അല്ലെ. അയഡിൻ ക്യാൻ കം ഫ്രം ബോത്ത് സൈഡ്സ്. ഏത് സൈഡ് ആയിരിക്കും പ്രിഫർ ചെയ്യുക? ഫോർ ദാറ്റ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. യു ക്യാൻ സീ ടു ഡിഫറെന്റ് ഗ്രൂപ്പ്സ് അല്ലെ, രണ്ട് ഗ്രൂപ്പ്സ് ഉണ്ട്. ഒന്ന് മേലേക്കുമാണ് നിൽക്കുന്നത്, ഒന്ന് താഴേക്കുമാണ് നിൽക്കുന്നത്. ഇതിൽ ഏതാണ് ബിഗർ ഗ്രൂപ്പ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ബിഗർ ഗ്രൂപ്പ് ഉള്ള സ്ഥലത്ത് കൂടി അയഡിൻ വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാരണം എന്താ? അതിലേക്കൂടെ വന്നാൽ കൂടുതൽ റിപ്പൽസീവ് ഇന്ററാക്ഷൻ ഫേസ് ചെയ്യേണ്ടി വരും. കറക്റ്റ്. അപ്പോൾ ഫിനൈൽ ആണോ CH2COH ആണോ വലിയ ഗ്രൂപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് സ്ട്രക്ചർ വരച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. യു ക്യാൻ പ്രിറ്റി മച്ച് സീ ഹൗ മച്ച് ഈസ് ദി വാൻ ഡെർ വാൽസ് റേഡിയൈ അല്ലെ. ഒരു അപ്രോക്സിമേറ്റ് ജോമെട്രിക്കൽ ഫിഗർ നോക്കിയാൽ മനസ്സിലാകും. ഇറ്റ് ഈസ് ദ CH2COH ഗ്രൂപ്പ് വിച്ച് ഈസ് ദ ബിഗർ ഗ്രൂപ്പ്. ഓക്കെ, സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ലേബിൾ ദാറ്റ് CH2COH ഗ്രൂപ്പ്. ഇതാണ് നിങ്ങളുടെ ബിഗർ ഗ്രൂപ്പ്. ഐ എം ജസ്റ്റ് ഗോയിങ് ടു റൈറ്റ് ദാറ്റ് സെയിം തിങ് ഹിയർ, ലാർജ് ഗ്രൂപ്പ്. സോ ലാർജ് ഗ്രൂപ്പിന്റെ ആ ഒരു സ്ഥലത്തുകൂടിയുള്ള അപ്രോച്ച് അയഡിൻ മിനിമൈസ് ചെയ്യും. സോ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക ബോട്ടം സൈഡിൽ നിന്നായിരിക്കും അല്ലെ. സോ അയഡിൻ വിൽ ബി ആക്ച്വലി കമ്മിങ് ഫ്രം ദി ബോട്ടം സൈഡ്. സോ ഐ എം ഗോയിങ് ടു റൈറ്റ് I2 ഹിയർ, approaching from bottom side, approaches from bottom side. Okay, സോ ബോട്ടം സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്താൽ എന്ത് പ്രൊഡക്റ്റ് ആണ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ് ഐ എം ജസ്റ്റ് ഗോയിങ് ടു റൈറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. അയഡിന്റെ ബോട്ടം സൈഡ് അപ്രോച്ച് ആണ്.
iodine ഇരിക്കുന്നത് താഴേക്കായിരിക്കും. ഓക്കെ, so I is having a positive charge and there will be an I minus. Okay ആണല്ലോ. സോ ദിസ് വിൽ ബി ദ മേജർ അയഡോണിയം ഇന്റർമീഡിയറ്റ് ഫോംഡ്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിൽ നിന്ന് വരച്ചതാണ്. ഐ ക്യാൻ യൂസ് ദി സെയിം അതർ സ്ട്രക്ചർ, റൈറ്റ്? ഞാൻ വലത്തേക്ക് വരച്ച സ്ട്രക്ചറും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. വലത്തേക്ക് വരച്ച സ്ട്രക്ചർ യൂസ് ചെയ്യുകയാണെങ്കിൽ യു ഓൾറെഡി നോ COH ആണ് ലാർജർ, അല്ലേ? അത് പക്ഷേ CH2COH താഴെയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് നിങ്ങൾ പ്രൊഡക്റ്റ് എഴുതുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി സ്ലൈറ്റ്ലി വേറൊരു ഫോമിലായിരിക്കും വരിക, I2. So it should be having a different way. So what I'll do is I'll take the same structure here, then I'll just remove the double bond. So ഇവിടെ CH2COH താഴെയാണ് ഇരിക്കുന്നത്. That means iodine should be coming on the top, right? So I should be drawing iodine like this, plus I minus, right? This is how it will be looking like. Now next step എന്താണ്? COH വന്ന് അറ്റാക്ക് ചെയ്യുന്നു. COH വന്ന് അറ്റാക്ക് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് COH ആ ഒരു രീതിയിൽ നമ്മൾ വരയ്ക്കണം, അല്ലേ? വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇലക്ട്രോഫിലിക് കാർബണിന്റെ ഒരു പ്രോക്സിമിറ്റിയിൽ നമ്മൾ വരയ്ക്കണം. അപ്പോൾ അങ്ങനെ വരച്ചെടുത്താൽ ഇറ്റ് വിൽ ബി ഈവൻ ഈസി. I'll just remove these things and I'll try to put C double bond O in the close vicinity. Okay, so this is how it will look like, little bit redrawn. Okay, അപ്പോൾ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷനിൽ ഇവിടെയാണ് ബോണ്ട് ഫോർമേഷൻ നടക്കേണ്ടത്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ CI ബോണ്ട് ഷുഡ് ബി ബ്രോക്കൺ, അല്ലേ? അപ്പോൾ ഇതൊരു SN2 റിയാക്ഷൻ ആണ്. അപ്പോൾ SN2 റിയാക്ഷനിൽ ലിവിംഗ് ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബോണ്ട് ഇതാണ്, അല്ലേ? ഇറ്റ് ഈസ് ഓൾറെഡി ഗോയിങ് ടു ദി ഡൗൺ സൈഡ് ഡയറക്ഷൻ. അപ്പോൾ നിങ്ങളുടെ ന്യൂക്ലിയോഫൈൽ വരേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നാണ്, വിച്ച് ഈസ് ഫ്രം ദി ടോപ്പ് സൈഡ് ഡയറക്ഷൻ. ഓൾറെഡി നിങ്ങളുടെ ഓപ്ഷൻ ടോപ്പ് സൈഡിലാണ് ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് വെരി മച്ച് ഈസി, റൈറ്റ്? So you can pretty much do the same thing. എന്താണ് arrow push ചെയ്താൽ മതി and it will come like this and your CI bond will be broken. Product എന്തായിരിക്കും? Product will be something like this. I can use the same structure, right? I can use the same structure. എന്താണ് പുതിയ ബോണ്ട്? Okay, and you will be having a double bond. OH plus ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ഡീപ്രോട്ടനേഷൻ നടന്നാൽ you will be getting the final product. So this will be the final product as you can see. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, you have to be very sure about the stereochemistry associated with this particular chiral centers. ഇവിടെ ഒരു chiral center ഉണ്ട്, ഇവിടെ ഒരു chiral center ഉണ്ട്, അല്ലേ? അപ്പോൾ I'm not worried about this iodine because this is not a chiral center. ഇവിടെ ഒരു ഹൈഡ്രജനും കൂടെ ഉണ്ട്, അല്ലേ? So I can pretty much draw this as a CH2I, or I'll just put it in just like I here. Okay, but there is a hydrogen on this carbon. ആ ഹൈഡ്രജൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. You just have to draw the hydrogen here. It's already facing towards the back side. Like this particular bond is towards the front side, so this hydrogen should be towards the back side. Okay, so that hydrogen will be actually going towards the back side here. ഇവിടെയും എന്തായിരിക്കും അതുപോലെ ബാക്ക് സൈഡിലേക്കായിരിക്കും നിൽക്കുക, റൈറ്റ്? സോ യു ക്യാൻ പ്രെറ്റി മച്ച് സീ അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് കൈറൽ സെന്റർ നിങ്ങൾക്ക് കാണാം. ആ രണ്ട് കൈറൽ സെന്ററിലും നിങ്ങൾക്ക് ഹൈഡ്രജൻസ് ഉള്ളതായിട്ട് കാണാം, റൈറ്റ്? സോ ഐ വിൽ ബി മാർക്കിംഗ് ദാറ്റ് ഹൈഡ്രജൻ ഓൾസോ. ഓക്കെ, അപ്പോൾ ഈ യെല്ലോ ഹൈഡ്രജനും ഈ ഗ്രീൻ ഹൈഡ്രജനും നിൽക്കുന്നത് ഏത് ഡയറക്ഷനിലാണെന്ന് നോക്കി. യെല്ലോ ഹൈഡ്രജൻ ബാക്ക് സൈഡിലേക്കാണ്. ഗ്രീൻ ഹൈഡ്രജൻ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് മോർ ക്ലോസർ ടു മി, അല്ല? ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ടുവേർഡ്സ് ദി ഫ്രണ്ട് സൈഡ്. അപ്പോൾ you will get an idea about an anti kind of geometry, അല്ലെ? ഈ കൈറൽ സെന്ററിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻസ് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഇരിക്കുന്നത്, അല്ലെ? ഹൈഡ്രജൻസ് ആർ ഫേസിംഗ് ദി ഓപ്പോസിറ്റ് സൈഡ്. സോ യു ബേസിക്കലി ഗോട്ട് ദി ആന്റി ഡയാസ്റ്റീരിയമർ ആസ് ദി മേജർ പ്രോഡക്റ്റ്. ഈ ഒരു റിലേറ്റീവ് കമ്പാരിസൺ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഈസ് യു ക്യാൻ ജസ്റ്റ് ഫൈൻഡ് ദി അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ആൻഡ് സീ ഫോർ യുവർ സെൽഫ്. അതാണ് ഏറ്റവും സേഫ് വഴി, അല്ലെ? സോ ഇഫ് ഐ വാണ്ട് ടു ജസ്റ്റ് ക്ലീൻ അപ്പ് ദി സ്ട്രക്ചർ ഇറ്റ് വിൽ ലുക്ക് സംതിങ് ലൈക്ക് ദിസ്. Your lactone will be having a structure, double bond O going into the left hand side, and ഇവിടെ നിങ്ങൾക്ക് CH2I ഫ്രണ്ടിലേക്കായിരിക്കും, കാരണം ഓൾറെഡി അതിൻ്റെ ഹൈഡ്രജൻ ബാക്കിലേക്കാണ് നമ്മൾ കണ്ടു. And on your beta carbon, your phenyl should be towards the back side. So this is one way to draw. അതല്ല നിങ്ങൾ ഇതിനെ ഫ്ലിപ്പ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ, ഫ്ലിപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങളുടെ കാർബണിൽ റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിലാണ് വരയ്ക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ലുക്ക് സംതിങ് different.
So the structure will be like this. The carbonyl will go on to the right side, and your product chiral centers will be on to the left side. So അത് കാരണം നിങ്ങളുടെ phenyl, you are just flipping the molecule, the phenyl will come to the front side, right? And CH2I should go to the back side. Okay, so this will be the structure of your major product, right? So I'm just going to write major here. So that was the question, which was the major product, right? So we just found out the major product. We need to look into one more thing. We just have to write the structure of the intermediate also. So intermediate structure ഇവിടെ നമ്മൾ രണ്ട് രീതിയിൽ വരച്ചിട്ടുണ്ട്. We actually have drawn like this also. Like ഇതിൽ നിന്ന് നമ്മൾ വരച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വരച്ച structure ഏതാണ്? This is the structure. And we have used the other form also. So basically I'm just going to copy the structure so that we can compare it with the options that we are having. So നമുക്ക് ഇവിടെ unnecessary ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ remove ചെയ്യാം. So this is one structure. Okay, and this is another structure. It's the same structure അല്ല, intermediate തന്നെ structure ആണ്. You could be either using ഇതിൽ ഏത് structure നിങ്ങളുടെ B അല്ല intermediate structure എഴുതിയാലും will be correct. And you have two structures here, right? Two structures here. So we just have to take these two structures for comparison. Okay, so we'll be doing the comparison and trying to figure out the actual answer. All right, so we already have all the four structures, right? Two structures associated with the intermediate A and two structures associated with the final product B. So നിങ്ങൾ ഇവിടെ structure compare ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ലെഫ്റ്റ് സൈഡിൽ COH മേലേക്ക് വരുന്ന സ്ട്രക്ചർ ഉണ്ടല്ലോ, COH മേലേക്ക് വരച്ചിരിക്കുന്ന സ്ട്രക്ചർ which is same as our this structure അല്ലെ. ആ സ്ട്രക്ചറിൽ അയഡിൻ എങ്ങോട്ടേക്കാണ് വരേണ്ടത്? ആസ് പെർ അവർ അനാലിസിസ് ഇറ്റ് ഷുഡ് ബി ഡൗൺ സൈഡ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന COH മേലേക്ക് വരച്ചിരിക്കുന്ന ഈ രണ്ട് സ്ട്രക്ചേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലെ, ഓപ്ഷൻ 1 ആൻഡ് ഓപ്ഷൻ 2. അവിടെയൊക്കെ അയഡിൻ മേലേക്കാണ് വരച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ 1 ആൻഡ് ഓപ്ഷൻ 2 ആർ ഇൻകറക്റ്റ്. കറക്റ്റ്? ഓക്കെ, ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണത്. നൗ ഓപ്ഷൻ 3, ഓപ്ഷൻ 4 നോക്കുവാണെങ്കിൽ those structures are being drawn in the second format. Second format എന്താണ്? നിങ്ങളുടെ കൈറൽ സെന്റർ ഇരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്, റൈറ്റ്? അപ്പോൾ റൈറ്റ് സൈഡിൽ PH ആണ് മേലെ. You can see here PH ആണ് ഇവിടെയും മേലെ. ആസ് പെർ അവർ അനാലിസിസ് അയഡിൻ ആണ് മേലെ അല്ലെ. അപ്പോൾ ഈ രണ്ട് സ്ട്രക്ചേഴ്സിലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അയഡിൻ തന്നെയാണ് മേലെ. സോ ഇറ്റ് കുഡ് ബി ഓപ്ഷൻ 3 ഓർ ഓപ്ഷൻ 4. ഓക്കെ, ഓപ്ഷൻ 3 അല്ലെങ്കിൽ ഓപ്ഷൻ 4 ആയിരിക്കും. സോ യു ക്യാൻ pretty much see ഈ ഒരു സ്ട്രക്ചർ ആണ് നിങ്ങളുടെ ആൻസറിൽ തന്നിരിക്കുന്നത്. നൗ വി ഹാവ് ടു കമ്പയർ ദി ലാക്ടോൺ. ലാക്ടോൺ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 3ലും ഓപ്ഷൻ 4ലും നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? 3ൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആന്റി ആണ്, 4ൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് സിൻ ആണ്. ആൻഡ് വി ഓൾറെഡി നോ ദാറ്റ് അവർ പ്രൊഡക്റ്റ് ഈസ് ആന്റി, വിച്ച് ഈസ് ആക്ച്വലി ദ കറക്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ നമ്പർ 3 അല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മോളിക്യൂളിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് വെരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. യു ക്യാൻ pretty much do that. Okay, right? This is your same molecule. PS towards our side, CH2I going away from me. Okay, so in that way also you can pretty much compare, or you can do the analysis using absolute configuration. So that was diastereoselective hydrolactonization. Thank you guys.